പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. അങ്ങനെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോമ്പൊക്കെ മുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയുമ്പോഴവരെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൻ്റെ രണ്ടാം ഭാഗം, ദി റിസറക്ഷൻ, മെൽ ഗിബ്സൺ ഈ ഓഗസ്റ്റ് മാസം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈശോയുടെ ഉദ്ധാനം എന്താ അല്ലേ? ഈശോയുടെ ഉദ്ധാനം എന്തുകൊണ്ട് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഈശോ ഉയർത്തില്ലായിരുന്നു എങ്കിൽ ഈശോ വെറും ഒരു ആൾദൈവമായി ചുരുങ്ങിയേനെ. പല ആൾദൈവങ്ങളിൽ ഒരു ദൈവം, ദൈവമാണ്, ഞാൻ ദൈവമാണ്, എന്നിൽ വിശ്വസിക്കണം എന്നെല്ലാം പറഞ്ഞ് വന്ന് എല്ലാവരെയും ഒരു 3-3.5 വർഷക്കാലം വഴിതെറ്റിച്ച് മരിച്ച പല ആൾദൈവങ്ങളിൽ ഒരാൾ എന്ന ലേബലിൽ മാത്രമേ ഈശോ അറിയപ്പെട്ടേനെ. പക്ഷേ ഈശോയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാം, ഈശോ എപ്പോഴും പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ ഈശോ പറയൂ. അതുകൊണ്ട് നമുക്ക് അവനിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കരണത്തടിക്കുന്നവന് മറു കാരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഈശോ എക്സാക്ട്ലി അത് തന്നെ ചെയ്തു. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ ഈശോ മരണശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നു. ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞും വലുതുമായിട്ടുള്ള സാധനങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും സഹനങ്ങളേ ആയിരുന്നില്ല എന്നുള്ളത്. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച്, ലോകത്തിലെ എല്ലാ മനുഷ്യരും അതിലൂടെ കടന്നു പോകും. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടെൻഷൻ, നിരാശ, പേടി എന്താണ്? മരിക്കും, മരണം. ഇതാണ് നമ്മുടെ ടെൻഷൻ. ആ മരണത്തെയാണ് ഈശോ തോൽപ്പിച്ചത്. പിന്നെ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ നിരാശപ്പെടുന്നത്? നിരാശപ്പെടേണ്ട ആവശ്യം എന്താണ്? ടെൻഷൻ വരുമ്പം എന്തിനു നമ്മൾ ടെൻഷൻ അടിക്കണം? വി ആർ ദ ഈസ്റ്റർ പീപ്പിൾ. പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടാൻ വേണ്ട ശക്തി നമുക്ക് വേണം. കോഴി മുട്ട നമ്മൾ കോഴിയെ പോലെ ആയിരിക്കും ഇത്. എൻ്റെ കോഴി മുട്ടയിട്ടതാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ 4 ആൾ അറിയിക്കണം. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു തന്നു കോഴിയുടെ അടുത്തോട്ട് പോകാൻ, മുട്ട എടുക്കാൻ പോകാൻ. മുട്ടയിട്ട് കഴിഞ്ഞാൽ 4 ആൾക്കാരെ അറിയിക്കണം. നമ്മൾ ഈശോയ്ക്കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 4 ആൾ അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. കോഴിയെ പോലെ ആകരുത്, താറാവിനെ പോലെ ആവണം, അല്ലെങ്കിൽ പ്രാവിനെ പോലെ. പ്രാവ് നമ്മൾ മുട്ട എടുക്കാൻ പോയാൽ പോലും പ്രാവൊന്നും മിണ്ടത്തില്ല. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ റിസറക്ഷൻ. അപ്പോൾ അവിടെ പ്രിയമുള്ളവർ, വി ആർ ദ ഈസ്റ്റർ പീപ്പിൾ. നമ്മൾ ഈസ്റ്റർ പീപ്പിളാണ്. മരണത്തെ പോലും പരാജയപ്പെടുത്തിയ ഈശോയുടെ അനുയായികളാണ് നമ്മൾ, ശിഷ്യരാണ് നമ്മൾ. പിന്നെ എന്തിനു ഭയപ്പെടണം? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ റിസറക്ഷൻ. അതിലൂടെ പോകുന്നതിന് മുൻപ് let us begin with a prayer. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in caelo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ ഈ മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ 2005 ഇറങ്ങിയപ്പോഴും അത് ഒരുപാട് പേരെ മാനസാന്തരത്തിലോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിസറക്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ അദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നത് എന്ന്. കാരണം ഈ റിസറക്ഷനിൽ അദ്ദേഹം പറയുന്നത് ഈശോയുടെ ഉദ്ധാനം മാത്രമല്ല ഇതിലുള്ളത്. ഈ കഥ തുടങ്ങുന്നത് ഫോളൺ ഏഞ്ചൽസ് മുതലാണ്. അതായത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ലൂസിഫറും അവൻ്റെ അനുയായികളും എങ്ങനെ പുറത്താക്കപ്പെട്ടു, അവരെങ്ങനെ പിശാചുക്കളായിട്ട് മാറി, അങ്ങനെ അവസാനത്തെ അപ്പസ്തോലൻ മരിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇതിലുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗമാണ് ഈശോയുടെ കുരിശുമരണശേഷം പാതാളത്തിലോട്ട് ഇറങ്ങുന്നത്. ഈ ഡിസെൻഡഡ് ഇൻ ടു ഹെൽ എന്നാണ് പറയുന്നത്, നരകമല്ല, പാതാളം. അപ്പോൾ ഈ പാതാളത്തിലോട്ട് ഇറങ്ങി എന്ന് തിരുവചനം പറയുമ്പോൾ വാഴ്ത്തപ്പെട്ട ആൻ കാതറിന് ലഭിച്ച ദർശനത്തിൽ ഈശോ ഈ 3 ദിവസം എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പത്രോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹര ആൻ കാതറിൻ ഇത് പറയുന്നത്, ഈശോ കുരിശിൽ മരിച്ചോട്ടനെ ഒരു തീഗോളമായിട്ട് ഈശോയുടെ ആത്മാവ് ഭൂമിക്കടിയിലോട്ട് ഇങ്ങനെ പോകുന്നു.
മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ പോകുന്നു. എന്നിട്ട് ഈശോ ലിംബോ, ഷോയേൽ, നരകം, ശുദ്ധീകരണ സ്ഥലം, ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഈശോ ഷോയേലിൽ, അതായത് പാതാളം, അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് ആദിമാതാപിതാക്കൾ, ഹവ്വ, ആദം, അബ്രഹാം, സ്നാപയോഹന്നാൻ, പ്രവാചകന്മാർ, ഇവരെല്ലാവരും ഈശോയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾ അവർ യേശുക്രിസ്തുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈശോ വന്ന് അവരടുത്ത് ഓഫ് കോഴ്സ് ഈശോയുടെ പീഡാനുഭവവും ഇതൊക്കെ ഈശോ വിശദീകരിച്ചു. ആദോ ഹവ്വയ്ക്ക് ഈശോയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങനെ ഇവരെ ഈശോ പറുദീസിലോട്ട് കൊണ്ടുപോവാണ്. ഈശോ നരകവും സന്ദർശിച്ചു. പക്ഷെ നരകത്തിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല. പലരും കരുതുന്നത് ഈശോ നരകത്തിൽ നിന്ന് ആൾക്കാരെ എടുത്തു തന്നോ. നരകത്തിൽ പകരം നിത്യമരണമാണ് അവർക്ക്, ഇനി രക്ഷയില്ല. അപ്പോൾ ഈശോയുടെ കുരിശു മരണം വരെ, അന്ന് ഈ ലോകം ഉണ്ടായത് മുതൽ ഈശോയുടെ കുരിശു മരണം വരെ മരിച്ചിരുന്ന ആൾക്കാർ ആരും സ്വർഗത്തിലോട്ട് പോയിരുന്നില്ല. അത് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. അപ്പോൾ ഈശോയുടെ കുരിശു മരണം വരെ മരിക്കുന്ന നീതിമാന്മാരെല്ലാവരും ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസിലാണ്. അപ്പോൾ അങ്ങനെ റെസ്റ്റിംഗ് പ്ലേസ് എന്നാൽ പീഡനമില്ല. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് രക്ഷകന് വേണ്ടിയിട്ട്, അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസിലാണ് ഈശോയുടെ കുരിശു മരണത്തിന് മുൻപ് മരിച്ചിട്ടുള്ള നീതിമാന്മാരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ പറയുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈശോയുടെ കുരിശു മരണശേഷം ഇവരെല്ലാം ഈശോ പറുദീസയിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് നരകത്തിൽ പോയപ്പോൾ, നരകം സന്ദർശിച്ചപ്പോൾ നമ്മുടെ കർണ കഠോരമാണ്, അത്രമാത്രം പെയിൻഫുള്ളാണ് നരകത്തിലെ സൗണ്ടുകൾ എന്ന് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ പറയാണ്. അപ്പോൾ മാലാഖമാരെല്ലാം വന്ന് ഈ പിശാചുക്കളെ നിർബന്ധിക്കുകയാണ് ഈ രക്ഷകന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈശോ ശുദ്ധീകരണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ മനോഹരമാണ് ഈ ഭാഗം. ഈശോ ഈ 3 ലോകങ്ങൾ ഈശോ ഇങ്ങനെ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചില വൈദികർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ ഗർഭചിത്രം മൂലം കൊല്ലപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ, സാധാരണ 7 വയസ്സിന് മുകളിലാണല്ലോ നമ്മൾ പറയാറ് നന്മ തിന്മ തിരിച്ചറിയുന്ന പറയുന്നത്. അപ്പം അതിന് മുൻപ് മരണപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർ ഇങ്ങനെ ഈ ലിംബോയിലുണ്ടെന്ന് പറയാറുണ്ട്. ലിംബോ ഇപ്പോൾ ഇല്ല എന്നും, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഈശോയുടെ കുരിശു മരണശേഷം ഇപ്പോൾ ഇല്ല എന്നും പറയാറുണ്ട്. എന്താണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിടുന്നത് ഒരിക്കലും നീതിയുക്തമല്ലല്ലോ. കാരണം അവർക്ക് കർമ്മപാപമില്ല, അവർ ചെയ്ത പാപമില്ല, ഉത്ഭവ പാപമേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മരിച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പീഡനമില്ലാത്തൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പല തിയോളജിയന്മാരും പല എക്സോസിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോമസ് വാഴച്ചാരിക്കലച്ചൻ, എക്സോസിസ്റ്റ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയുന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു അമ്മ അവരുടെ 2 മക്കൾ ഇങ്ങനെ ഗർഭചിത്രം മൂലം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ അമ്മ പ്രായമായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ ഇങ്ങനെ പറയാണ്, ഒരു നോർമൽ അല്ലാത്ത പോലെ മക്കൾ വന്നു ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം ഇടയ്ക്കിടയ്ക്ക്, ഇവരുടെ മരണപ്പെട്ട മക്കൾ. അപ്പോൾ ഈ അമ്മയുടെ സഹോദരൻ ആരോ ഈ അച്ഛനെ സമീപിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾ വീട്ടു മാമോദിസ കൊടുത്തു നോക്കുക, സ്പിരിച്വൽ ബാപ്റ്റിസം. അതായത് ആൺകൊച്ചാണോ പെങ്കൊച്ചാണോ മരിച്ചോ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആൺകൊച്ചാണെങ്കിൽ ജോസഫ് എന്ന പേര് കൊടുക്കും, പെങ്കൊച്ചാണെങ്കിൽ മേരി എന്ന പേര് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന ഫോർമുല കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. അവരങ്ങനെ സ്പിരിച്വൽ മാമോദീസ കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയോ? ഇത് കൊടുത്ത് അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു ഈ പിള്ളേർ വന്ന് അമ്മയോട് ടാറ്റ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നീട് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതാണ് സ്പിരിച്വൽ ബാപ്റ്റിസം. അപ്പോൾ ഇത് പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്കറിയുന്ന ആൾക്കാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരനുഭവിക്കുന്നുണ്ടോ എന്നും പറയുന്നുണ്ട്. ഇത് സത്യമാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ള റെസ്റ്റിംഗ് പ്ലേസിൽ ഉണ്ടാവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈശോയുടെ റിസറക്ഷൻ, അപ്പോൾ ഈ ഫോളൻ ഏഞ്ചൽസ്, പിന്നെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയുടെ പ്രത്യേകത അരമായ ഭാഷയിലായിരുന്നു ഇതെല്ലാം അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ദൈവാനുഭവമായിരുന്നു ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഫോളൻ ഏഞ്ചൽസിൻ്റെത് നമുക്കറിയില്ല ഏത് ഭാഷയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്, ലാറ്റിനാണോ അരമൈക്കാണോ എന്നറിയില്ല. കാരണം ഈ പിശാചുക്കൾ ഏത് ഭാഷ സംസാരിക്കാൻ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. അതുപോലെ ഈ പാതാളത്തോട്ട് ഇറങ്ങുന്ന രംഗം,
ഈശോ ഉദ്ധാനം ചെയ്യുന്ന രംഗം ബൈബിളിൽ വിശദീകരിച്ചിട്ടില്ലല്ലോ. അതായത് എങ്ങനെ ഉദ്ധാനം ചെയ്തു, ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്നുള്ളൂ. ഏത് രീതിയിലാണ് ഈശോയുടെ ആ ഒരു തിരുക്കച്ചയിൽ, ഈശോ പൊതിഞ്ഞ കച്ചയിൽ ഈശോയുടെ തിരുമുഖം എങ്ങനെ പതിഞ്ഞു, അത് ഹൈ വോൾട്ടേജിൽ പ്രകാശം വന്നപ്പോൾ നമ്മുടെ ഫോട്ടോ ഫിലിം പോലെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആധുനിക CGI ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ ഓഗസ്റ്റ് മാസം പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഇതിൻ്റെ രണ്ടാം ഭാഗം, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൻ്റെ രണ്ടാം ഭാഗം മെൽ ഗിബ്സൺ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അടുത്ത വർഷം 2026 എനിക്ക് തോന്നുന്നു അധികം ഈസ്റ്റർ ദിനം തന്നെ ആയിരിക്കാം അദ്ദേഹം അത് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അത് കാണണം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരു 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 ലോകം മുഴുവനും എല്ലാവരിലേക്കും ഒരു വചനപ്രഘോഷണം നടത്തുന്നത് പോലെ തന്നെയാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയൊക്കെ കണ്ടപ്പം കരഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഈശോ കുറച്ചുകൂടി റിയലായിട്ട് നമുക്ക് തോന്നി. ഈശോ ഇങ്ങനെ കുരിശ് ചുമക്കുന്നതും വീഴുന്നതൊക്കെ കാണുമ്പോൾ, പിന്നീട് കുമ്പസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുങ്ങാൻ ഈശോയുടെ പീഡാസനം ധ്യാനിക്കുമ്പോൾ ഈ ഫിലിമിലെ സീനുകൾ ധ്യാനിക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, ഉദ്ധാനത്തിൻ്റെ ആ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക. ലൈഫിൽ എന്ത് സംഭവിച്ചാലും മനസ്സിലാക്കുക ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഈശോ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നും ഓർത്ത് ആരും തളരരുത്. ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോ ചെയ്യരുത്. ഈശോയോട് പ്രാർത്ഥിച്ചോട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലാന ഡോമിനസ് തേക്കും Benedicta in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christus.